ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ദില്ലി ഫെബ്രുവരി 5-ാം തീയതിയും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമുക്കിപ്പം പിയാസുനിൽ ഡൽഹിയിൽ നിന്നും ചേരുന്നു. പിയാസുനിൽ, ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ കേരളത്തിനൊന്നുമില്ല, ബീഹാറിന് വാരിക്കോരി എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് ബജറ്റിനെ സമീപിക്കുന്നത് വിവിധ രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷവും? അരുൺ, ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നിരവധി പദ്ധതികൾ തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു സംസ്ഥാനത്തിന്റെ പേര് ബീഹാറിൻ്റെ തന്നെയായിരുന്നു. ബീഹാറിന് വേണ്ടി ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധം അറിയിക്കുന്നതും ഇന്നത്തെ കാഴ്ചയായിരുന്നു. ബീഹാറിന് വേണ്ടി 6 വലിയ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചത്. അതിലൊന്നാണ് മക്കാന ബോർഡ് രൂപീകരണം. താമരകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണിത്. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ആകെ സ്വാധീനിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ബീഹാറിന് വേണ്ടി മാത്രം ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലേക്ക് വന്നാൽ കേരളം വലിയ പ്രതീക്ഷയോടെ ബജറ്റിനെ ഉറ്റുനോക്കിയത് വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ അടക്കമായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെയായി 2000 കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയില്ല. മാത്രമല്ല, കഴിഞ്ഞ എത്രയോ കാലമായി കേരളം ആവശ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എയിംസ് പോലുള്ള ആവശ്യങ്ങൾ, ഇതൊന്നും തന്നെ ബജറ്റിൽ ഇടം കണ്ടില്ല. കേരളത്തിന്റെ നികുതി വിഹിതമാണെങ്കിൽ 27,383 കോടി രൂപയാണ്. 1.92% കേരളത്തിന് നികുതി വിഹിതമായി കിട്ടുക. അതേസമയം കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ നികുതി വിഹിതമായി നൽകുന്നുമുണ്ട്. അപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ ഒരു അവഗണന എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയമായി വലിയ വിവേചനം കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം ബജറ്റിൽ കാണിച്ചുവെന്നാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കേരളവും സംസ്ഥാന സർക്കാരും ഉയർത്തിയിരിക്കുന്നത്.